ഓണസദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണല്ലോ അല്ലേ പായസം. പല രീതിയിലുള്ള പായസങ്ങൾ പലരും ഉണ്ടാക്കാറുണ്ട്. 2, 3, 4 പായസം വരെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനിയാണ് നമ്മുടെ അടപ്രഥമൻ വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്ന് ഇന്നത്തെ വീഡിയോയിൽ കൂടി കാണാം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കുറച്ച് ഡിഫറൻസ് ഉണ്ട് സാധാരണ ഉണ്ടാക്കുന്നതിലും, അതുകൊണ്ട് എല്ലാവരും ഫുൾ വീഡിയോ തന്നെ കാണുക, എന്നാലേ കംപ്ലീറ്റ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ പായസം റെസിപ്പിയിലോട്ട് നമുക്ക് പോയാലോ. ഇവിടെ ഞാൻ അരിയുടെ അട തന്നെയാണ് എടുത്തേക്കുന്നത്. അതിങ്ങനെ വലിയ പീസായിട്ടാണ് വരുന്നത്. എന്നിട്ട് നമ്മളൊന്ന് ചെറിയ പീസായിട്ട് ഒടിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് വെള്ളം ചൂടാക്കാൻ വയ്ക്കുക. വെള്ളം ഒന്ന് നല്ലതായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഒടിച്ചു വെച്ചേക്കുന്ന അട അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് തമ്മിലൊന്ന് ഒട്ടാതിരിക്കാൻ വേണ്ടി ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അന്നേരം അട അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഒട്ടാതെ ഇരിക്കും. അല്ലെങ്കിൽ ഒരുമാതിരി ഒട്ടി ഇരിക്കും അട. നമ്മൾ ഇങ്ങനെ തിളപ്പിച്ച് വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് അത് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടീസ്പൂൺ നെയ്യോ ഓയിലോ ചേർത്ത് കൊടുത്താൽ മതി. നല്ലതായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടപ്പ് വെച്ച് അടച്ച് ഫ്ലെയിമും ഓഫ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. എന്നിട്ടൊരു 1/4 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ അട നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഞാൻ ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് അടപ്പ് വെച്ച് അടച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മുടെ ശർക്കര ഉരുക്കാനായിട്ട് വെക്കുകയാണ്. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ശർക്കര പെട്ടെന്ന് അടിക്ക് പിടിക്കും. അതിന് വേണ്ടിയാണ് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് ഉരുക്കാനായിട്ട് വെച്ചത്. അതിപ്പോൾ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ശർക്കര ഒന്ന് ഉരുകി വന്നാൽ മതി കേട്ടോ. അന്നേരത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അത് മാറ്റി വയ്ക്കാം. 2 ടേബിൾ സ്പൂൺ ചൗവരി കഴുകി വൃത്തിയാക്കി അതും ഇവിടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു 300 ഗ്രാംസാണ് അട എടുത്തേക്കുന്നത്. അന്നേരം അതിൻ്റെ നേരെ ഡബിളാണ് ശർക്കര എടുക്കേണ്ടത്. എന്ന് വെച്ചാൽ മധുരം കറക്റ്റായിട്ട് വരാനായിട്ടാണ്. 300 ഗ്രാം അട എടുക്കുകയാണെങ്കിൽ 600 ഗ്രാം ശർക്കര എന്തായാലും വേണം, എന്നാലേ കറക്റ്റ് മധുരം കിട്ടുകയുള്ളൂ. പായസത്തിന് ഒരു ആവശ്യത്തിന് മധുരം ഇല്ലെങ്കിലും അതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് വരില്ല. ഓവർ മധുരമോ ആവരുത്, എന്നാൽ മധുരം കുറയുകയും ചെയ്യരുത്. അന്നേരം 300 ഗ്രാം അട എടുക്കുകയാണെങ്കിൽ 600 ഗ്രാം ശർക്കര, അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഇത്. ഇനി മധുരം അത്രയും വേണ്ടാത്തവർക്ക് വേണമെങ്കിൽ അതൊരു 500 ഗ്രാംസായിട്ട് കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. 1/2 മണിക്കൂറിൽ കൂടുതലായി അട ഇപ്പോൾ ഒരുമാതിരി നന്നായി കുക്കായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഒന്നും അധികം ഒട്ട് പിടിക്കാതെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഈ ചൂടുവെള്ളം മാറ്റിയിട്ട് നമുക്കിത് തണുത്ത വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇനി ഞാൻ ഉരുക്കി വെച്ചേക്കുന്ന ശർക്കര അരിപ്പ കൊണ്ടരിച്ച് ഒരു ഉരുളിയിലോട്ട് അത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ശർക്കര നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് അട മിക്സ് ചെയ്ത് കൊടുക്കാം. അട ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ശർക്കരയും അടയായിട്ട് ഇനി നന്നായിട്ട് വരണ്ട് വരണം. ഒരു 2 ടീസ്പൂൺ നെയ്യും കൂടെ ഞാൻ ഈ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അന്നേരം അതൊന്നും ഒട്ടിപ്പിടിക്കാതെ അടിക്ക് പിടിക്കാതെ നന്നായിട്ട് വരണ്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇടയ്ക്ക് നമുക്ക് നെയ്യ് കുറച്ച് ചേർത്ത് കൊടുക്കേണ്ടി വരും. അതൊന്ന് അടയൊന്ന് ഒരു പ്രോസസ്സാണ് കേട്ടോ. അതൊന്ന് കുറച്ച് നന്നായിട്ട് വരണ്ട് വരണം. എന്നാൽ ഓവറായിട്ട് വരണ്ട് വന്നാൽ അട കട്ടിയാവുകയും ചെയ്യും. അതിനൊരു കറക്റ്റ് പരുവുണ്ട്. ആ സോഫ്റ്റായിട്ടിരിക്കുകയും വേണം അട, എന്നാൽ അത് വരണ്ടും വരണം. ഒരു 10-15 മിനിറ്റ്സ് എടുക്കും കേട്ടോ. ആ വെള്ളമയം ഒന്ന് വറ്റണം. ശർക്കരയുടെ വെള്ളമയം വറ്റി അതൊരു തിക്കായിട്ട് ആ നെയ്യ് ഇങ്ങനെ തെളിഞ്ഞു വരുന്ന ഒരു പരുവുണ്ട്. അതാണ് അട വരണ്ട് വരുന്ന ആ ഒരു ടൈം. അന്നേരം ഇത് കുറച്ച് നേരം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കും ചെയ്യേണ്ടത്. എന്താ വെച്ചാൽ കയ്യിലോട്ട് തെറിക്കുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് കുറച്ച് നീളമുള്ള തവി ഉപയോഗിച്ച് വേണം നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട്. എന്ന് വെച്ചാൽ കയ്യിൽ തെറിക്കാൻ ചാൻസ് ഉണ്ട്. ശർക്കരയല്ലേ പെട്ടെന്ന് കൈ പൊള്ളുകയും ചെയ്യും. അതുകൊണ്ട് കുറച്ച് നീളമുള്ള തവിയാകുമ്പോൾ കൈ പൊള്ളാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക്. ഈ കൂട്ടത്തിൽ നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചൗവരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൗവരിയും ഇതിൻ്റെ കൂടെ നന്നായിട്ട് വരണ്ട് വന്നാലേ ആ ടേസ്റ്റ് വരത്തുള്ളൂ. അന്നേരം ഇടയ്ക്ക് ഓരോ ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. നമുക്ക് അടിക്കുമല്ലോ പിടിക്കുമോ എന്നുള്ളൊരു തോന്നൽ വരുവാണെങ്കിൽ ഇടയ്ക്കും കൂടെ ചേർത്ത് കൊടുത്തോളൂ ആ നെയ്യ്.
ഇനി ഒരു 10 മിനിറ്റ്സും കൂടെ എടുക്കും. ആ ചൗവരി ഇപ്പം ഒരു വൈറ്റ് കളറിലല്ലേ ഇരിക്കുന്നത്, അത് ഈ വരണ്ട് വരുമ്പോഴത്തേക്ക് നല്ല ബ്രൗൺ കളറായി മാറും. ഈ അടയും ചൗവരിയൊക്കെ നല്ല അതിലോട്ടും ആ ശർക്കരയുടെ പിടിച്ച് നല്ല ബ്രൗൺ കളറായി മാറും. ഇപ്പം കണ്ടോ, അതൊരു ഓൾമോസ്റ്റ് വരണ്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ്സും കൂടെ ഉള്ളൂ. ഓൾമോസ്റ്റ് നന്നായിട്ട് കണ്ടോ ശർക്കരയായിട്ട് അത് പിടിച്ച് ആ ചൗവരിയും അടയിലും എല്ലാം ശർക്കര നന്നായിട്ട് പിടിച്ച് വരണ്ട് വന്നിട്ടുണ്ട്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ആ ട്വിസ്റ്റ്. സാധാരണ എല്ലാവരും അടപ്രഥമന് ചേർക്കുന്നത് നല്ല തേങ്ങാപ്പാലാണ്. അതായത് 2ാം പാലും 1ാം പാലും ഒക്കെ ചേർത്താണ് അടപ്രഥമൻ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇവിടെ ഞാൻ തേങ്ങാപ്പാലേ ചേർക്കുന്നില്ല, നല്ല ഡബിൾ ക്രീം കൗസ് മിൽക്ക് തന്നെയാണ് ചേർക്കുന്നത്, പശുവും പാൽ തന്നെയാണ് ചേർക്കുന്നത്. പക്ഷേ ഡബിൾ ക്രീം മിൽക്കാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്, ഒരു ടേസ്റ്റ് ഡിഫറൻസും ഇല്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുന്നതിലും ഒന്നുകൂടെ ടേസ്റ്റാണെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷേ ഡബിൾ ക്രീം മിൽക്ക് തന്നെ യൂസ് ചെയ്യണം. ഏത് മിൽക്ക്, ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ഞാനിവിടെ UAE കിട്ടുന്ന ഡബിൾ ക്രീം മിൽക്കാണ് യൂസ് ചെയ്യുന്നത്, കൗസ് മിൽക്ക്. പക്ഷേ അത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഒരു ഇതെന്ന് വെച്ചാൽ കുറച്ച് അത്ര ഡാർക്ക് ബ്രൗൺ വരില്ല എന്നേ ഉള്ളൂ, കുറച്ചുകൂടെ ലൈറ്റ് ഷെയ്ഡായിരിക്കും, അതേ ഉള്ളൂ പായസത്തിനൊരു ഡിഫറൻസ് വരുന്നത്. പക്ഷേ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല, സൂപ്പർ ടേസ്റ്റാണ്. അന്നേരം നമുക്ക് തേങ്ങാപ്പാലൊന്നും എടുത്ത് ബുദ്ധിമുട്ടുകയും വേണ്ട. ഇന്ന് അടിപൊളി ടേസ്റ്റിൽ പായസം എളുപ്പം റെഡിയാവുകയും ചെയ്യും. എല്ലാവർക്കും ഇതാണല്ലോ, ഈ പ്രഥമൻ പോലുള്ള പായസം ഉണ്ടാക്കാൻ എല്ലാവർക്കും മടി. ഈ തേങ്ങാപ്പാൽ എടുക്കുന്ന ഒരു ഇത് ഓർക്കുമ്പോഴാണല്ലോ എല്ലാവർക്കും മടി. ഇതിപ്പോൾ ആ പാടൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് അടപ്രഥമൻ ഇനിയും ഉണ്ടാക്കിയെടുക്കാം. ഈ രീതിയിൽ എല്ലാവരും ഈ ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. ഓൾറെഡി ഞാനിവിടെ ഒരു 2 ലിറ്ററോളം ഡബിൾ ക്രീം മിൽക്ക് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ചാണ് ഇപ്പം ചേർത്ത് കൊടുത്തേക്കുന്നത്. അതൊന്ന് തിളച്ചൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് ഒരു 1.5 ടീസ്പൂണോളം ചുക്ക് പൊടിച്ചതും ഒരു ടീസ്പൂണോളം ഏലക്കയും ജീരകവും പൊടിച്ചതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് ഈ പായസത്തിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചുക്ക് പൊടിയും ജീരകവും പൊടിച്ചതും മസ്റ്റാണ്, എന്നാലേ ആ പായസത്തിൻ്റെ റിയൽ ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ. ഒരുപാടായി പോരുത്. ഓരോരുത്തരുടെ ആ ഒരു ചുക്കിൻ്റെ ഫ്ലേവർ നമുക്ക് ടേസ്റ്റ് ചെയ്യുമ്പോൾ അറിയാം കേട്ടോ. ഒരു 1.5 ടീസ്പൂൺ ഇടുമ്പോഴത്തേക്ക് നമുക്കറിയാം. അഥവാ ഫ്ലേവർ കുറവാണെങ്കിൽ പിന്നെ ലാസ്റ്റ് കുറച്ചുകൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പം ഞാൻ ആദ്യം ചേർത്ത പാല് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കി തിളപ്പിച്ച് വെച്ചേക്കുന്ന പാലും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 2 ലിറ്ററോളം ഡബിൾ ക്രീം മിൽക്ക് വെള്ളം തൊടാതെ തന്നെയാണ് ചേർത്തേക്കുന്നത് കേട്ടോ. വെള്ളം ചേർത്ത് തിളപ്പിച്ചതല്ല, വെള്ളം ചേർക്കാതെ തന്നെ ഫുൾ ഡബിൾ ക്രീം മിൽക്ക് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതാണ് ഈ പായസത്തിൻ്റെ ട്വിസ്റ്റും. അടിപൊളി സൂപ്പർ ടേസ്റ്റുമാണ്. എല്ലാവരും ഈ ഓണത്തിന് ഈ രീതിയിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ബാക്കി പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പായസം ഇപ്പം നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കുറുകാൻ നിൽക്കേണ്ട. ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. പായസം ഒന്ന് തണുക്കുമ്പോഴത്തേക്ക് ഇനിയും കുറുകും. അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് അതിൻ്റെ കറക്റ്റ് പരുവം. ഈ സമയത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ. ചുക്കിൻ്റെയോ വല്ല ഫ്ലേവർ കുറവുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ഒരു നുള്ളും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചേക്കുന്ന തേങ്ങാക്കൊത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കാഷ്യൂ നട്ട്സും കിസ്മിസും എല്ലാം കൂടി അതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. തേങ്ങാക്കൊത്ത് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറാകുമ്പോഴത്തേക്ക് നമുക്ക് കാഷ്യൂ നട്ട്സും കിസ്മിസും കൂടി അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ലാസ്റ്റ് പ്രോസസ്സായ നമ്മുടെ കടുകുവറ എന്ന് പറയുന്നത് പോലെ പായസത്തിലേക്ക് നമുക്ക് കാഷ്യൂ നട്ട്സും കിസ്മിസും തേങ്ങാക്കൊത്തും എല്ലാം കൂടെ പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള സൂപ്പർ ടേസ്റ്റായിട്ടുള്ള വെറൈറ്റി അടപ്രഥമൻ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഈസി ആയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ, അഭിപ്രായം പറയൂ. വീഡിയോയ്ക്ക് ഇതുവരെ ലൈക്ക് ചെയ്യാൻ മറന്നവർ കാണും, ഉടനെ തന്നെ ലൈക്ക് ചെയ്തോളൂ. ചാനൽ ഫസ്റ്റ് ടൈം ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടി ഉടനെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് ബൈ ഫ്രം സ്വപ്ന അരുൺ.